എല്ലാവർക്കും ലേൺ വിത്ത് പുണിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓസ്കി എക്സാം എങ്ങനെ നമുക്ക് തന്നെ ബുക്ക് ചെയ്യാം എന്നുള്ളതാണ്. എങ്ങനെയാണ് ഓസ്കി എക്സാം നമ്മുടെ തന്നെ ഫോണിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ നമുക്ക് തന്നെ ബുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതെങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് സ്ക്രീൻ റെക്കോർഡിലൂടെ കമ്പ്യൂട്ടറിൽ ഞാൻ കാണിച്ചു തരാം. അത് തന്നെ ഫോളോ ചെയ്ത് നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങൾക്ക് എക്സാം ബുക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് ഓസ്കി എക്സാം ബുക്കിംഗ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓസ്കി എക്സാം ബുക്കിംഗ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ലിങ്ക് വരും. നമ്മുടെ ഓസ്കി എക്സാം 5 സെൻറ്ററുകളിലാണ് നടത്തുന്നത്. ഈ 5 സെൻറ്ററുകളുടെ ലിങ്കുകൾ വരും. ലീഡ്സ് ടീച്ചിങ് ഹോസ്പിറ്റൽ, നോർത്തംബ്രിയ യൂണിവേഴ്സിറ്റി ന്യൂകാസ്റ്റൽ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, അൾസ്റ്റർ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് നോർത്ത്ഹാംപ്ടൺ. ഇപ്പോൾ ഇതിൽ ആദ്യം കാണിക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് നോർത്ത്ഹാംപ്ടൺ ആണ്. നമുക്ക് താഴോട്ട് പോകുമ്പോൾ കാണാം മറ്റു യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയൊക്കെയാണ് ബുക്ക് ചെയ്യുന്നതെന്നുള്ളത്. എല്ലാത്തിൻ്റെയും ബുക്കിംഗ് പ്രോസസ്സ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇതിപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് നോർത്ത്ഹാംപ്ടൻ്റെ ആണ്. അതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറുമ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാം. ഹൗ ടു ബുക്ക് യുവർ ടെസ്റ്റ്, ഓസ്കിയുടെ ഫീ, റീഫണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത്, മെത്തേഡ് ഓഫ് പേയ്മെൻറ്റ്, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അവിടെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ വ്യക്തമായിട്ട് വായിച്ച് നോക്കുക. നിങ്ങളുടെ ഓപ്ഷൻ നോർത്ത്ഹാംപ്ടൺ ആണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. അടുത്തത് അതിൻ്റെ താഴെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് അൾസ്റ്ററിൻ്റെ കിടപ്പുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഓപ്ഷൻ അൾസ്റ്റർ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കയറുക. അവിടെയും ഈ പറഞ്ഞ പോലെ ഇൻഫർമേഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ബുക്ക് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്, ആൻഡ് സ്യൂട്ടബിൾ ഡേറ്റ് ബുക്ക് ചെയ്യാം, കോസ്റ്റ്, റീഫണ്ട്, റീഷെഡ്യൂള്, അതെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ രജിസ്റ്റർ ടു ബുക്ക് നൗ എന്നുള്ളതിനകത്ത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കയറി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റിയുടെ അവിടെ കാണിക്കുന്നുണ്ട്. താഴെയുള്ള ലിങ്ക്സ് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കയറി നിങ്ങളുടെ ഓപ്ഷൻസ് എന്താണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ഡെമോ കാണിക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് നോർത്ത്ഹാംപ്ടണിൽ എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നതെന്നാണ്. ഓൾമോസ്റ്റ് ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും ബാക്കിയുള്ള യൂണിവേഴ്സിറ്റിയിലും കണ്ടിന്യൂ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡെമോ നോക്കാം. ഫസ്റ്റ് നോർത്ത്ഹാംപ്ടൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറുക. കയറുമ്പോൾ തന്നെ ഏതൊക്കെ സ്റ്റേഷനാണെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ടൈം എഴുതുവാണെങ്കിൽ അഡൽട്ട് ഓസ്കി 10 സ്റ്റേഷൻസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അതല്ല നമ്മൾ ഓൾറെഡി ഒരു വട്ടം ബുക്ക് ചെയ്ത് ട്രൈ ചെയ്ത് സെക്കൻഡ് ടൈം ഏതെങ്കിലും ഒരു സ്റ്റേഷൻ മിസ്സായിട്ടുണ്ട്, അങ്ങനെയുള്ളതാണെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ അനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അതിൻ്റെ താഴെയുള്ളതാണ് പ്രിഫേർഡ് ഡേറ്റ് നമുക്ക് പ്രിഫേർഡ് ആയിട്ടുള്ള ഡേറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. സ്റ്റേഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം ആണെങ്കിൽ പറഞ്ഞ പോലെ 10 സ്റ്റേഷൻ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ റീസിറ്റ് എനി 1 സ്റ്റേഷൻ ആണെങ്കിൽ അങ്ങനെ ചെയ്യുക. നിങ്ങൾക്ക് 2 സ്റ്റേഷൻ അല്ലെങ്കിൽ 3 സ്റ്റേഷൻ പോയി അല്ലെങ്കിൽ ഫുൾ റീസിറ്റ് ആണെങ്കിൽ അതിലും ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത പ്രിഫേർഡ് ഡേറ്റ് ആണ്. പ്രിഫേർഡ് ഡേറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ്സ് ഒരു ബോൾഡ് കളറിൽ കാണിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ജാൻ ഫെബൊക്കെ ഇല്ലല്ലോ, മാർച്ചും ഏപ്രിലാണ് കളേർഡ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ അവൈലബിൾ ആണ് ഡേറ്റ്സ്. അപ്പോൾ നമുക്കതിൽ ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ മാർച്ച് റീസെൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. മാർച്ച് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുകയാണ് ഞാൻ. അതിൽ കയറുമ്പോൾ നമുക്ക് കാണാം ദ അഡൽട്ട് ഓസ്കി 10 സ്റ്റേഷൻസ്. ഫീസ് എത്രയാണെന്ന് വെച്ചാൽ £794 ആണ് ഫീസ്. അവിടെ വീണ്ടും ഡേറ്റും ടൈമും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. യൂണിവേഴ്സിറ്റിയുടെ പേരും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. എല്ലാം ഓക്കെ ആണെങ്കിൽ ബുക്ക് എക്സാം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അന്നത്തെ ദിവസം അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈംസ് ആണ് കണ്ടോ. ഒരു സ്പേസ് അവൈലബിൾ, 1 സ്പേസ് അവൈലബിൾ എന്ന് കാണിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതിൽ അന്നത്തെ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് കാണിക്കുന്നത്. അതിൽ ഏത് ടൈമാണെന്ന് വെച്ചാൽ ആ ടൈം സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അതിൽ നമ്മൾ ഒരു ഡേറ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ പ്രൊസീഡ് ടു ചെക്ക് ഔട്ട് എന്ന് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കയറാവുന്നതാണ്. ഇവിടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള സ്പേസ് ആണ്. ഇവിടെ യുവർ ഡീറ്റെയിൽസ് എന്നുള്ളത് ടൈറ്റിൽ, പേരിൻ്റെ ടൈറ്റിൽ കൊടുക്കുക. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ അഡ്രസ്സൊക്കെ കറക്റ്റായിട്ട് കൊടുക്കണം. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ അവർക്കുള്ള ഒരേ ഒരു മാർഗ്ഗം ഇമെയിൽ അയക്കലാണ്. സോ ഇമെയിൽ അഡ്രസ്സ് കറക്റ്റായിട്ട് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ് കൺഫേം ചെയ്യാനുണ്ട്, അവിടെ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അത് മാൻഡേറ്ററി ആണ്, കൊടുക്കുക. അതിനുശേഷം NMC നമ്പർ കൊടുക്കുക. NMC നമ്പർ എന്നുള്ളത് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറാണ് കേട്ടോ. PRN നമ്പർ എന്നൊക്കെ പറയും. ആ നമ്പർ കൊടുക്കുക. PRN നമ്പർ അറിയത്തില്ലെങ്കിൽ നമ്മുടെ NMCയുടെ ഡാഷ്ബോർഡിൽ പോയിട്ട് ആപ്ലിക്കേഷൻ മണ്ടയ്ക്ക് നോക്കിയാൽ മതി നമ്മുടെ PRN നമ്പർ എത്രയാണെന്ന്. അതിനുശേഷം ഹൗസ് അഡ്രസ് ഡീറ്റെയിൽസ് കൊടുക്കാനാണ്. നമുക്ക് ഇപ്പോൾ താമസിക്കുന്ന ഹൗസിൻ്റെ അഡ്രസ്സ്, നമ്മൾ നിലവിൽ എവിടെയാണ് താമസിക്കുന്നത് അത് കൊടുക്കാവുന്നതാണ്. അഡ്രസ്സ്, പോസ്റ്റ് കോഡ്, കൺട്രി യുണൈറ്റഡ് കിങ്ഡം. അതിൻ്റെ താഴെ ക്യാൻസലേഷൻ പോളിസി കാണിക്കുന്നുണ്ട്. അതൊക്കെ വായിച്ച് നോക്കുക. നമുക്ക് ഇൻ കേസ് ഏതെങ്കിലും ഇൻകൺവീനിയൻസ് ഉണ്ട് ക്യാൻസൽ ചെയ്യണമെങ്കിൽ എങ്ങനെയാണെന്നുള്ളതിൻ്റെ ക്യാൻസലേഷൻ പോളിസി വായിച്ച് നോക്കുക. മണി എത്ര എമൗണ്ടാണ് അതെല്ലാം നോക്കുക. എല്ലാം ഒന്ന് ഓടിച്ചിട്ട് നോക്കുക. ലാസ്റ്റ് താഴോട്ട് വരുമ്പം ഐ എഗ്രി ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അവിടെ നമ്മൾ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം എഗ്രി ചെയ്യുന്നുള്ള രീതിയിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. അതിന് താഴെ ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ടു പേയ്മെൻറ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ പേയ്മെൻറ്റിലേക്ക് പോകും. പേയ്മെൻറ്റ് പേജിൽ വരുമ്പോൾ നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. കാർഡ് നമ്പർ, കാർഡിൻ്റെ എക്സ്പയറി, സെക്യൂരിറ്റി കോഡ്, കാർഡ് ഹോൾഡറിൻ്റെ പേര് കൊടുക്കുക. അത്രയും ടൈപ്പ് ചെയ്ത് വ്യക്തമായിട്ട് കറക്റ്റായിട്ട് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം പേ നൗവിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് കൺഫേം ആയി കഴിയുമ്പോൾ നമ്മുടെ ഇമെയിലിലേക്ക്, നമ്മൾ കൊടുത്തിട്ടുള്ള ഇമെയിലിലേക്ക് ഒരു കൺഫർമേഷൻ മെയിൽ വരുന്നതാണ്. നിങ്ങളുടെ ബുക്കിംഗ് കൺഫേംഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കൺഫർമേഷൻ മെയിൽ വരുന്നതാണ്. സോ ഇങ്ങനെ നമ്മുടെ ഓസ്കി എക്സാം ബുക്കിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ
വീഡിയോ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഓസ്കി എക്സാം ബുക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഓസ്കി ബുക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും സ്വന്തമായിട്ട് ആരുടെ ഹെൽപ്പില്ലാതെ ഓസ്കി എക്സാം ബുക്ക് ചെയ്യാവുന്നതാണ്.